Debate with Dr. Arun Kumar. ഇന്ത്യയിൽ GSDP-യുടെ അഥവാ മൊത്തം ചരക്കുൽപാദനത്തിൽ ഏറ്റവും സമ്പന്നമായ ആദ്യത്തെ 10 സ്റ്റേറ്റുകളിൽ നമ്മുടെ കേരളമില്ല. ദേശീയ വരുമാനത്തിന്റെ വിഹിതത്തിലും കേരളത്തെ കാണാൻ കഴിയില്ല. പക്ഷേ യൂറോപ്യൻ സാഹചര്യങ്ങളോട് കിടപിടിക്കാവുന്ന മാനവ വിഭവശേഷി സൂചകങ്ങൾ ഇവിടെയുണ്ട്. വ്യവസായ വളർച്ചയെ പിന്നോട്ടടിച്ച പല തടസ്സങ്ങളെയും നമ്മൾ അതിജീവിച്ചു. വ്യവസായ നിക്ഷേപ സൗഹൃദമായി മാറി എന്ന് സർക്കാർ. അതൊരു രാഷ്ട്രീയ പ്രചരണം മാത്രമല്ലേ എന്ന് പ്രതിപക്ഷം. ജനവിധിക്ക് ഒരാണ്ട് അകലെ നിൽക്കെ വികസന രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് പിണറായി സർക്കാർ തുടർ ഭരണത്തിനായി ജനങ്ങളിലേക്ക് എത്തുകയെന്നത് വ്യക്തം. മറുഭാഗത്ത് സർക്കാർ വാദങ്ങൾ പൊള്ളയാണ് എന്ന് തെളിയിക്കാനാകും പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി യോഗത്തിൽ പോലും സർക്കാരിന്റെ നീക്കങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നത് പുറത്തു വന്നു. CPI-യും RJD-യും ബ്രൂവറി വിഷയത്തിലും സ്വകാര്യ സർവകലാശാല വിഷയത്തിലും കിഫ്ബി ടോളിലും വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. വളരേണ്ടത് വിവാദങ്ങളാണോ എന്നാണ് ചോദ്യം. ഞാൻ വെറും ഇത് രാഷ്ട്രീയം കളിക്കാനല്ല എഴുതിയത്. ഞാൻ അടിസ്ഥാനത്തിന്റെ ബേസിസിൽ ഞാൻ ഒരു കാര്യം എഴുതുമ്പോൾ എപ്പോഴും ഒരു കാരണമുണ്ടാവും. ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല ഈ ആർട്ടിക്കിൾ എഴുതിയത്. അത് രാഷ്ട്രീയ വിവാദമായിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമെങ്കിലും ഉണ്ടാവട്ടെ, ജനങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാവും. ഞാൻ കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതും എഴുതുന്നതും. നോക്ക്, ഞാൻ ആ ഡേറ്റ് സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ് എന്തെങ്കിലും അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുന്നു. ഇത് രണ്ടും CPM-ന്റെ അല്ലല്ലോ. നമ്മൾ ഈ വിവാദങ്ങൾ വലിച്ചു നീട്ടുന്ന പാർട്ടിക്ക് ഗുണകരമല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഒരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളുടെ മുന്നിൽ ഒരു പരാജയം തന്നെയാണ്. ഒരു രംഗത്തും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു നല്ല വ്യവസായ അന്തരീക്ഷവും കേരളത്തിലില്ല. ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി 6 or 7 പ്ലാന്റുകൾ അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൻ അഴിമതിയാണ്. CPM നടത്തുന്ന വലിയൊരു കൊള്ളയാണിത്. കേരളം കാത്തിരിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 21-ന് ആരംഭിക്കുകയാണ്. വിദേശ പ്രതിനിധികളടക്കം 3000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതിൽ എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് വിളിച്ചു പറയുന്ന ചില ശീലം പണ്ട് പുരാണ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശീലമുള്ളവരായി മാറാൻ പാടില്ല. നമ്മളെല്ലാവരും പോസിറ്റീവ് മാത്രം ഈ സമയത്ത് കാണുക. CPM-ഉം ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളിലും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. എന്ത് സമീപനം അവരെടുത്തിരുന്നത്? ഇവിടെ വലിയ ബഹളം ഉണ്ടായത് അതിനല്ലേ, സമരം ഉണ്ടായത് അതിനല്ലേ. ആ നയം മാറിയില്ലേ? അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഇൻട്രസ്റ്റ് നോക്കി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്. അതിഥികളായ മുഖപ്പം ലീഗ് പ്രതിനിധി TP അഷറഫ് അലി, CPM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവരാണ്. ആദ്യം ഞാൻ TP അഷറഫ് അലിയിലേക്ക് പോകുന്നു. TP അഷറഫ് അലി, ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നയം മാറിയത് അവർക്കല്ലേ എന്ന് പറയുമ്പോൾ CPM വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്ഷേപങ്ങളുടെ കാര്യത്തിലേക്ക് എടുത്തിരുന്ന നയം മാറ്റിയിരിക്കുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ പോലും അത് സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക്, സംസ്ഥാനത്തിലെ ഗുണപരമായ മാറ്റത്തിന് ഉള്ള ഒരു നയമാറ്റമായി മുസ്ലിം ലീഗ് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഈ കേരള ഇൻവെസ്റ്റ് അടക്കമുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പോസിറ്റീവായി ചിന്തിക്കുന്ന സമയമായി കഴിഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷം അതിന് തയ്യാറാകുമോ? അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് നേട്ടമാകുമോ? TP അഷറഫ് അലി. കേരളത്തിന് അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും സ്വീകരിക്കണം എന്നാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യമേ തീരുമാനിക്കേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് വരുമ്പോൾ മാത്രം CPIM അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വികസനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതിശക്തമായി എതിർക്കുകയും ഒരു നയം പോലും നടപ്പിലാക്കാൻ പറ്റാത്ത വിധം സമരങ്ങൾ കൊണ്ട് ഈ നാടിനെ കലുഷിതമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവരുടെ പാരമ്പര്യം. ഇപ്പോഴത്തെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്, അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ്, അദ്ദേഹം എറണാകുളം ജില്ലാ CPIM-ൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഗെയിൽ പൈപ്പ് ലൈനെതിരെ
അദ്ദേഹം നടത്തിയ സമരമാണ്. ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ നടപ്പിലാക്കി എന്നവർ പറയുന്നു. ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അനുകൂലമാവുകയും ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ ഇത് ചുമന്നു നടക്കുന്ന ബോംബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭീമാകാരമായ വിധത്തിൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു നയം ഇവർ സ്വീകരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് ഈ ഗതികേട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് പറഞ്ഞത്, നയം അവർ മാറിയാൽ അത് ഗുണകരമായി മാറുമെന്നുള്ള കാര്യം. ഈ വിവിധ സ്റ്റേറ്റുകളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വ്യവസായ രംഗത്ത് എല്ലാവരും അനുവർത്തിക്കുന്നൊരു സമീപനമുണ്ട്. ആ സമീപനത്തിന് വിരുദ്ധമായി പ്രതിപക്ഷത്താണെങ്കിൽ കണ്ണുമടച്ചെതിർക്കുക, എല്ലാത്തിനെയും എതിർക്കുക, സമരം നടത്തുക എന്നുള്ള ഒരു ശൈലിയല്ലാതെ പ്രതിപക്ഷത്ത് CPM ഇരുന്നു കൊണ്ട് അനുകൂലമായി പറഞ്ഞിട്ടുള്ള എന്തൊരു ബിസിനസ് നയമാണ് നമുക്ക് കാണിക്കാൻ സാധിക്കുക? ഇന്നിപ്പോൾ കേരളത്തിൽ UDF പറഞ്ഞല്ലോ, ഞങ്ങൾ 21 കേരളത്തിൽ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഒരു നയം ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു നയം അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പ്രൈവറ്റ് സർവകലാശാലൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്നത്തെ LDF യോഗത്തിൽ എന്തു പറഞ്ഞു എന്ന് അവരോട് റിപ്പോർട്ട് ചെയ്തു. ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള CPIM, അന്നത്തെ SFI, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ അടിച്ചു താഴെയിട്ടത് കോവളത്തെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റിലായിരുന്നില്ലേ? അതെന്തുകൊണ്ട് സംഭവിച്ചു? അത് കഴിഞ്ഞ് കൃത്യം 10 വർഷം കഴിയുമ്പോൾ ഇതാ കേരളത്തിൽ പ്രൈവറ്റ് സർവകലാശാലയ്ക്ക് വേണ്ടി CPM അനുമതി നൽകുന്നു. ഞങ്ങൾ അനുമതി നൽകുന്നത് ഒരു തെറ്റാണ് എന്ന് ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ 10 വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഈ കാലയളവും ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ഈ IT-യുടെയും ഒക്കെ ഈ വേഗതയുടെ കാലത്ത് ആ 10 വർഷത്തിന് എത്ര വർഷത്തെ വികസനത്തിൻ്റെ സാധ്യതകളാണ് നഷ്ടപ്പെട്ടതെന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് CPM-ന്റെ നയം മാറ്റം, ഇനി CPM അധികാരത്തിൽ നിന്ന് പോയാൽ നേരെ ഇതിനെ എതിർക്കുന്നൊരു നയത്തിലേക്ക് വരുമ്പോൾ ഇത് കേരളത്തെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സഹകരിച്ചാൽ നമുക്ക് വളരെ വേഗം ചർച്ച മുന്നോട്ട് പോകാം. കാരണം അല്പസമയത്തിനുള്ളിൽ ഇടതുമുന്നണി യോഗത്തിനെ ബ്രീഫ് ചെയ്യാൻ വേണ്ടി TP രാമകൃഷ്ണൻ എത്തും. നമുക്കത് തത്സമയം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ ഈ ചർച്ചയിൽ നമുക്ക് 3 പേർക്കും അതിഥികൾക്കും കിട്ടൂ. അതുകൊണ്ട് 2 മിനിറ്റ് വീതം സമയമെടുത്ത് തങ്ങളുടെ വാദങ്ങൾ തങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. അതിനുശേഷമേ ഞാനും മറ്റ് പാനലിസ്റ്റുകളും ഇടപെടൂ. CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാർ, താങ്കൾ ആ ലേഖനം വായിച്ചിട്ടുണ്ടാകുമല്ലോ ശശി തരൂരിൻ്റെ. ഇപ്പോൾ TP അഷ്റഫ് അലി പറഞ്ഞതിൻ്റെ തുടർച്ചയായി താങ്കൾക്ക് മറുപടി പറയാം. നിങ്ങൾ ഈ നയം മാറുന്നത് ഭരണപക്ഷത്തിരിക്കുമ്പോൾ മാത്രമാണ്. പ്രതിപക്ഷത്തേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നാണ് ലീഗ് പ്രതിനിധി ചോദിച്ച ചോദ്യം. ഇത് ശശി തരൂർ ആ ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ശശി തരൂരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ കോൺഗ്രസ് നേതാക്കൾ പോലും കാണാതെ പോയ ഭാഗമാണ്. There is a perception that this attitude only holds when they are in government and then they will return to their bad old ways. ബാഡ് ഓൾഡ് വേസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കൊടി പിടിച്ച് വ്യവസായ നിക്ഷേപങ്ങളെ നിങ്ങൾ എതിർത്തു എന്ന മട്ടിലുള്ള പ്രചരണത്തെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് ദേ ലൂസ് ദ നെക്സ്റ്റ് ഇലക്ഷൻ ഇൻ 2026. അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്താകുമ്പോൾ പഴയ നയത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയമാണ് പ്രകടിപ്പിക്കുന്നത് ലീഗ്. ആ ഭയം അസ്ഥാനത്തല്ലല്ലോ അനിൽകുമാർ? അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എതിർക്കാത്ത ഏത് പദ്ധതി എന്ന് കേരളത്തിലുള്ളത്? ദേശീയപാത നിർമ്മാണത്തിനെതിരായിട്ട് കീഴാറ്റൂര് സമരത്തിന് ഇവരുണ്ടായില്ലേ? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തത് BM സുധീരനും PK കുഞ്ഞാലിക്കുട്ടിയല്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അവസാനിപ്പിക്കും, പിരിച്ചുവിടും. ആശുപത്രികൾ നന്നാക്കി ആർദ്ര മിഷൻ അവസാനിപ്പിക്കും, ലൈഫ് മിഷൻ പിരിച്ചുവിടും. 5.5 ലക്ഷം വീട് വെച്ച പദ്ധതിയാണ്. ഹരിത കേരള മിഷൻ ഞങ്ങൾ അവസാനിപ്പിക്കും. കേരള ബാങ്ക് ഞങ്ങൾ പിരിച്ചുവിടും. K-ഫോൺ പദ്ധതി സമ്മതിക്കത്തില്ല. കൂടംകുളം പവർ ഹൈവേ, ആരാ ഇവിടെ കേരളത്തിൽ സമരം നടത്തിയത്? കൂടംകുളത്ത് ഇങ്ങോട്ട് കറണ്ട് കൊണ്ടിരുന്ന പവർ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയ ആരാ? ഇതൊക്കെ CPM-ആ? CPM സമരം നടത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണ്? ഒന്ന്, UDF സർക്കാരിൻ്റെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഇരിക്കുമ്പോൾ എന്താണ്? പൊതുമേഖല വിൽക്കലാണ്. പൊതുമേഖല വിൽക്കാതെ കേരള ചരിത്രത്തിൽ പൊതുമേഖലയ്ക്ക് ഇന്നത്തെ ലാഭം 1262 കോടി രൂപയാണ്. ഈ കഴിഞ്ഞ വർഷത്തെ ലാഭം ഏറ്റവും അവസാനത്തെ C&G റിപ്പോർട്ട് വായിച്ചാൽ അറിയാം. പൊതുമേഖല ലാഭത്തിലാക്കിക്കൊണ്ട് സർവകലാശാലകൾ, കേരളത്തിലെ സർവകലാശാലകൾ റാങ്കിങ്ങിൽ നമ്പർ 1 വന്നിട്ടാണ് സ്വകാര്യ സർവകലാശാല വന്നോട്ടെ ഞങ്ങൾ പിടിച്ചു നിൽക്കും. നിങ്ങൾ സർവകലാശാല തകർത്തിട്ട് ആ സർവകലാശാലയെ വിറ്റ് തിന്നാൻ വേണ്ടി ഇവിടുത്തെ സ്വകാര്യ സർവകലാശാല വന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ സർവകലാശാലയെ ശക്തിപ്പെടുത്തിയോ? ഞങ്ങൾ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയോ? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ്. ഞങ്ങൾ കൊടി പിടിച്ചുകൊണ്ടാണ്. കൂലി വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊടി പിടിക്കാത്തതിന് കാരണം എന്താണ്? ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ നിക്ഷേപകരോട് പറയുന്നത് കൂലി കുറയ്ക്കാൻ പറ്റത്തില്ല. പൊതുമേഖല കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വ്യവസായം നടത്താൻ വരണ്ട. പിന്നെ എന്താ വേണം? നിങ്ങൾ നിങ്ങളുടെ പണം മുടക്കിയോ? ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്താണ്? നല്ല റോഡ് കാണും. നല്ല റോഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ?
കേരളത്തിൽ ഏറ്റവും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാൻ 24 മണിക്കൂർ കറണ്ട് കാണും. കേരളത്തിൽ ഇന്നത്തെ മാറ്റം അതല്ലേ? ഇൻ്റർനെറ്റ് സൗകര്യം ഉള്ള കേരളം, അഴിമതിയില്ലാത്ത കേരളം, മന്ത്രിതല അഴിമതിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇൻഫോ പാർക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ തീരുമാനിച്ചേ? ഞങ്ങൾ പിന്തുണയ്ക്കണോ? ഇവരുടെ നിക്ഷേപ സൗഹൃദത്തിൽ പോകണോ? നിങ്ങൾ ആലോചിക്കുക, കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി 254 ഏക്കറുള്ള ഇൻഫോ പാർക്ക് 1 രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ച വീരന്മാർ വന്നിട്ട് ഞങ്ങൾ ഏതാണ്ട് എതിർത്തില്ലായിരുന്നെങ്കിൽ ഇൻഫോ പാർക്ക് ആരുടെ ഇരുന്നേനെ? ആ ഇൻഫോ പാർക്ക് കേരളത്തിൻ്റെ സ്വന്തമായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ്. കേരളത്തിലെ പൊതുമേഖല തകരാത്തത്, ഇവിടുത്തെ സർവകലാശാലകൾ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. ഇവരുടെ കാലത്തൊരു പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നല്ലോ. എന്താ പ്രീ ഡിഗ്രി ബോർഡ്? സ്കൂളിനകത്താ? കോളേജിനകത്ത് പ്രത്യേകമായൊരു ബോർഡാണ് ഇവരുടെ പരിപാടി. ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സ്കൂളിംഗാണ്. അതാണ് UGCയുടെ പ്രോഗ്രാം. -2 to +2 അത് നടപ്പാക്കിയത് LDF ആണ്. ഇവർ പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറയുന്ന തൃശങ്കു സ്വർഗത്ത് വേറൊരു സാധനമാണ്. ഇതെല്ലാം രണ്ടും രണ്ടാണ്. നമ്മളൊരു ചർച്ചയ്ക്കകത്ത് ഞങ്ങളെല്ലാം നയം മാറ്റി, അധികാരത്തിൽ വരുമ്പോൾ നയം മാറ്റി, അതൊരാഖ്യാനമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഏത് വിഷയത്തിനകത്തും കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾ നയം വളരെ നേരത്തെ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലയുടെ കാര്യം പറഞ്ഞുകൊണ്ടും TP ശ്രീനിവാസൻ അടിച്ച കാര്യം പറഞ്ഞുകൊണ്ടും പലതവണ പല വേദികളിൽ നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിലും CPM ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്നത് സ്വകാര്യ സർവകലാശാലകളെ പൊതു സർവകലാശാലകളുടെ ചെലവിൽ കൊണ്ടുവരുന്നതിനെയാണ് എതിർത്തത്. അങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് എതിർത്തത്. നയപരമായി തന്നെയല്ലേ CPM സ്വകാര്യ സർവകലാശാലയെ എതിർത്തത്? പിന്നീടല്ലേ നയമാറ്റമുണ്ടായത്, സ്വകാര്യ സർവകലാശാല വരാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്? അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷമല്ലേ CPM ആ തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നത്? അപ്പോൾ അന്ന് TP ശ്രീനിവാസനെ മർദ്ദിക്കുന്ന സമയത്ത് CPM-ന് സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ച് ഒരു നയമേ ഉണ്ടായിരുന്നില്ല. ഒറ്റ നയമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വകാര്യ സർവകലാശാല പാടില്ല. ആ നയത്തിൽ നിന്നുള്ള മാറ്റം ഇന്ന് സംഭവിച്ചു. എന്താ നമ്മുടെ അനുഭവം ബഹുമാനപ്പെട്ട അരുൺകുമാറെ? കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. LDF എതിർത്തു. കച്ചവട വിദ്യാഭ്യാസം സമ്മതിക്കൂല. UDF എന്ത് ചെയ്തു? UDF അനുവദിച്ചു. ബഹുമാനപ്പെട്ട AK ആന്റണി സമരങ്ങൾ അവസാനിപ്പിക്കാൻ പറഞ്ഞു. 2 സർക്കാർ കോളേജ്, 2 സ്വാശ്രയ കോളേജ്, ഒരു സർക്കാർ കോളേജ് നടപ്പായോ? അയ്യോ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞ് ആന്റണി നിലവിളിച്ച് നടക്കുന്നത് കണ്ടല്ലോ. ഇപ്പം കേരളത്തിൽ സ്വകാര്യ സർവകലാശാലയില്ലേ? എങ്ങനെയാ ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യ സർവകലാശാലയല്ലേ? ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലേ? സ്വകാര്യ സർവകലാശാല ഒരു യാഥാർത്ഥ്യമായപ്പോൾ ഇനി സ്വകാര്യ സർവകലാശാല വന്നാൽ മലയാളിക്ക് 40% സീറ്റ് കിട്ടണം. അവിടെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം വേണം. ഞങ്ങൾ സർവകലാശാലയെ സ്വീകരിക്കുന്ന നിയമമല്ല ഉണ്ടാക്കുന്നത്. സർവകലാശാല ഇന്ത്യയിൽ എവിടെയും വരാം. അതാണ് ഇന്ത്യയിലെ നിയമം. ആ നിയമപ്രകാരം കേരളത്തിനകത്ത് ഇന്ത്യയുടെ ഭാഗമായൊരു സർവകലാശാല വന്നാൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമം കൊണ്ടുവരുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കലല്ല, അതിനെ നിയന്ത്രിക്കലാണ്. ബഹുമാനപ്പെട്ട AK ആന്റണിയുടെ കാലത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ എല്ലാത്തിനും NOC കൊടുത്തതിന് വിരുദ്ധമായി കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ സ്വകാര്യ സർവകലാശാല ഇന്നത്തെ ഇന്ത്യയിലെ നിയമപ്രകാരം വന്നാൽ കേരളത്തിലാണെങ്കിൽ ഈ നിയന്ത്രണം വേണം. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒരു നിയന്ത്രണവും ഇല്ല. അതാകാം. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്നവർക്ക് പക്ഷേ അപ്പോഴും അനിൽകുമാർ നോക്കൂ, സ്വാശ്രയ സർവകലാശാല അല്ലെങ്കിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ അന്ന് CPM എടുത്ത നിലപാടുകൊണ്ട് കേരളത്തിൽ സ്ഥാപിക്കേണ്ട പല സ്വാശ്രയ കോളേജുകളും കേരളത്തിന് അതിർത്തിക്ക് പുറത്തേക്ക് പോയില്ലേ? വാളയാറിൻ്റെ പരിസരത്ത് എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ, എത്ര മെഡിക്കൽ കോളേജുകൾ? നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ കർണാടകയിലേക്കും തമിഴ്നാടും ഒഴുകിയില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ആ നിലപാട് ഇപ്പോൾ തിരുത്താൻ നിങ്ങൾ തയ്യാറെടുത്തു എന്നത് സ്വാഗതാർഹമാണെന്നാണ് ലീഗ് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഒഴിവെന്ന് നോക്കിയാൽ മതി. എത്ര ഒഴിവ് കിടപ്പുണ്ടെന്ന് ഇപ്പോൾ നോക്കിയാൽ മതി. നമ്മൾ കേരളത്തിലെ ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കുക, അതുപോലെ തന്നെ ഇഷ്ടം പോലെ സ്വാശ്രയ സ്ഥാപനങ്ങൾ അനുവദിക്കുക. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? നമ്മൾ കൂണുകൾ പോലെ മുളച്ചു വരാൻ ഇടയുണ്ടാക്കണോ? മുമ്പ് തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇങ്ങനെ ആരംഭിക്കുന്നത് കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ആരംഭിക്കുന്ന പുതിയ പ്രവണതയില്ല. 40 കൊല്ലം മുമ്പത്തെയാ. എൻ്റെ സഹോദരൻ കർണാടകത്തിൽ എഞ്ചിനീയറിംഗ് ചേരാൻ പോയ ആളാണ്. 25,000 രൂപയുടെ വ്യത്യാസത്തിലാണ് അന്ന് സീറ്റ് കിട്ടാതിരുന്നത്. അത് കച്ചവട വിദ്യാഭ്യാസമാണ്. ആ കച്ചവട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിൽ വേണോ വേണ്ട എന്ന ചോദ്യത്തിന് കച്ചവടം പാടില്ല, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അല്ല, കച്ചവടം തന്നെ നടക്കട്ടെ, അത് UDFന്റെ നിലപാടാണ്. ഞങ്ങൾ വന്നപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അതാണ് വ്യത്യാസം എന്ന് പറയുന്നു. പക്ഷേ സ്വകാര്യ സർവകലാശാല കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ച് വിജ്ഞാന സമൂഹമാക്കി മാറ്റാമെന്ന സതുദ്ദേശത്തിലൊന്നും വരുന്നതായിരിക്കില്ലല്ലോ. ഇതേ സ്ഥാപനങ്ങൾ തന്നെയാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതേ സ്ഥാപനങ്ങളാണ് ഇവിടെ വരുന്നത്. ആകെയുള്ള വ്യത്യാസം ഫീസിൽ പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് റെഗുലേഷൻ ഇല്ല. ആകെയുള്ളത് അതിൽ സംവരണം പാലിക്കണം,
40% മലയാളികൾക്ക് കൊടുക്കണം, SC/ST സംവരണം UGC മാനദണ്ഡം അനുസരിച്ച് പാലിക്കണം എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അതിനു മുമ്പ് BJP പ്രതിനിധിയിലേക്ക് പോകും. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ബ്രൂവറിയിൽ നിങ്ങൾ സമരം ചെയ്യുന്നുണ്ട്, CPയും RJDയും ഇന്നിപ്പോൾ അവരുടെ വിയോജിപ്പും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം മാറുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറ്റുന്ന നാടായി കേരളത്തെ മാറ്റുന്നതിൽ ആർക്കാണ് അതൃപ്തി എന്ന് പറയുന്നു. ശശി തരൂർ ഇന്ന് നമ്മളോട് പറഞ്ഞത് ഞാൻ കേരളത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് എന്നാണ്. BJP ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തന്നെ അണികളോടും അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി നേതാക്കന്മാരോടുമാണ് ആഹ്വാനം നടത്തിയിട്ടുള്ളത്. അങ്ങനെയല്ലേ കാണേണ്ടത്? എത്രയോ കാലങ്ങളായി സംസ്ഥാനത്ത് വരേണ്ട പ്രധാനപ്പെട്ട പല വികസന പദ്ധതികളും അതോടൊപ്പം തന്നെ സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട പദ്ധതികളും നിരന്തരമായി എതിർത്തുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന് നഷ്ടമാക്കിയത് ആരുടെ നയം മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും അതിനു മുൻപ് LDFന് നേതൃത്വം കൊടുത്തിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയായി ഇത്രയും കാലത്തിന് ശേഷവും അദ്ദേഹം തിരിച്ചറിയുകയാണ് ഇതിനു മുൻപുള്ള LDF ഗവൺമെൻറ്റുകളും ഇതിനു മുൻപുണ്ടായിരുന്ന LDF നേതൃത്വവും എല്ലാം ഈ കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തെ സംബന്ധിച്ചാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുമുള്ള പല വിഷയങ്ങളിലും അവരെടുത്തിട്ടുള്ള നിലപാടുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാനത്തിനെതിരായിരുന്നു. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് യോജിക്കുന്നതായിരുന്നില്ല എന്നവർ സ്വയം തിരിച്ചറിയുകയാണ്. സ്വയം തിരിച്ചറിവുണ്ടാകുന്നത് വ്യക്തികൾക്കാണെങ്കിലും മുന്നണികൾക്കാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ ഇടതുപക്ഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗവൺമെൻറ്റും കടന്നു പോവുകയാണ്, അവരുടെ മുന്നണിയും കടന്നു പോവുകയാണ്. അതിൽ തിരിച്ചറിവ് ഇപ്പോഴും വരാത്തത് CPIക്ക് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനം ഏറ്റവും ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെ പിന്തുണച്ച നിലപാടാണ് CPIക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളിലും നയംമാറ്റം കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. അതിലേക്ക് തിരിച്ചു വരണം. പക്ഷേ CPIയെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന വിഷയങ്ങൾ ഇടതു മുന്നണിക്കകത്ത് പങ്കു ചോദിച്ച ബ്രൂവറി വിഷയത്തിലാണെങ്കിൽ അത് അവരുടെ മുന്നണി വിഷയത്തിൻ്റെ ഭാഗമാണ്. മുന്നണി തീരുമാനിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇടതു മുന്നണി തീരുമാനിക്കാത്ത ഒരു കാര്യവും മന്ത്രിസഭയ്ക്കകത്ത് നടക്കുമായിരുന്നില്ല, ചർച്ച ചെയ്യപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതു മുന്നണിയോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് വിധേയപ്പെട്ട ഒരു ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയവർ ഗവൺമെൻറ്റിന് വിധേയപ്പെട്ട പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇത് വ്യാവസായിക വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സാമൂഹിക വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നിലപാട് തന്നെയായിരുന്നു. പാർട്ടി പറയുന്നത് അനുസരിച്ച് നടക്കണം ഗവൺമെൻറ് എന്നുള്ളതായിരുന്നു. അത് കേരളത്തിൻ്റെ വികസനത്തെ ഒരു കാലഘട്ടത്തിൽ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്, അതിനനുസരിച്ച് പാർട്ടി പോകണമെന്ന് പറയുകയാണ്. അത് നല്ലൊരു മാറ്റമാണ് അവരുടെ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ നിലപാടുകളെ സംബന്ധിച്ചാണെങ്കിലും. ഉദാഹരണത്തിന് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ പാനലിൽ തന്നെ ആ ചർച്ചയ്ക്ക് വരികയും ചെയ്തു. അദ്ദേഹം ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി എറണാകുളത്തുണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ എറണാകുളത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന സമയത്ത് ഗെയിൽ പൈപ്പ് ലൈനിനെതിരായി നിരന്തരമായി സമരം നടത്തിയിട്ടില്ലേ? ഇടതുമുന്നണി നിരന്തരമായി നിലപാട് സ്വീകരിച്ചിട്ടില്ലേ? അവർ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഇത് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അതിനെ പിന്തുണക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ എത്രയോ പദ്ധതികൾ അങ്ങനെ സ്വീകരിച്ചു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുകയാണ് കേന്ദ്ര UGC നിയമം അനുസരിച്ച് കേരളത്തിലേക്ക് സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾ മറ്റൊരു നിയമം കൊണ്ടുവരും. നിങ്ങൾ ആരാണ് ഈ എല്ലാ കാര്യത്തിനെയും നിയന്ത്രിച്ച് ഇവിടെ ഈ തരത്തിൽ വികസനത്തെ പിന്നോട്ട് വലിക്കാനും ഈ തരത്തിൽ നിലപാടുകൾ സാമൂഹിക സംവരണം വേണമെന്ന് പറയുന്നത് മലയാളികളായ വിദ്യാർത്ഥികൾക്ക് സംവരണം വേണമെന്ന് പറയുന്ന നിയന്ത്രണത്തെയും നിങ്ങൾ അനുകൂലിക്കുന്നില്ലേ? BJP നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾക്ക് പഠിക്കണ്ടേ? കേരളത്തിൽ BJPയുടെ നിലപാട് എന്താ ഈ വിഷയത്തിൽ? ശ്രീ അരുൺ, UGC ചട്ടപ്രകാരം നിയമപ്രകാരം ഒരു സർവകലാശാല കേരളത്തിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ ആ സർവകലാശാല പ്രവർത്തിക്കാനുള്ള ചട്ടവും നിയമവും പാലിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുന്നു, അവർ ചട്ടം പാലിച്ചുകൊണ്ടല്ലേ പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ലാതെ ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും? സാധ്യതയുണ്ടല്ലോ സ്റ്റേറ്റിന് അത് നിയന്ത്രിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. അങ്ങ് നേരത്തെ ഗെയിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ മുസ്ലിം ലീഗ് പ്രതിനിധിയും ഗെയിലിനെ കുറിച്ച് പറഞ്ഞു. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് P. രാജീവ് നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഗെയിലുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന സമരങ്ങളിൽ സജീവമായി അദ്ദേഹം ഇടപെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ താങ്കൾ ഉപയോഗിച്ചൊരു വാക്ക് P. രാജീവ് നിഷേധിക്കുന്നുണ്ട്. വാതക ബോംബിന് മുകളിൽ ജീവിക്കാനാവില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി പട്ടിത്തറയിൽ സമരം ചെയ്തത് മറ്റു ചില ആളുകളാണ്. ആ ആളുകൾ കൂട്ടത്തിൽ P. രാജീവോ CPM ഉണ്ടായിരുന്നില്ല. വാതക ബോംബ് എന്നൊരു മുദ്രാവാക്യം CPM
പി രാജീവ് ഉയർത്തിയിട്ടില്ല എന്ന് പി രാജീവ് പറയുന്നുണ്ട്. മാത്രവുമല്ല, അന്ന് 30% മാത്രം കോമ്പൻസേഷൻ നൽകാമെന്നതായിരുന്നു ഗെയിലിന്റെ നിലപാട്. അത് 50% എത്തിക്കുകയാണ് സമരം വഴി സാധ്യമായതെന്നും LDFിന്റെ കാലത്ത് പാതി നഷ്ടപരിഹാരം കൊടുത്തു എന്നുമാണ് പി രാജീവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പി കൃഷ്ണദാസിനോടും ലീഗ് പ്രതിനിധിയോടുമുള്ള ഒരു കറക്ഷനാണ്. ഇത് നേരത്തെ തന്നെ പി രാജീവ് തിരുത്തിയിട്ടുണ്ട്. പി കൃഷ്ണദാസ് അല്ല ശ്രീ അരുൺ ഇപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ചർച്ചയിൽ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചില്ലല്ലോ. അത് അങ്ങ് പി രാജീവിനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ആ നിലപാടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഗെയിൽ പൈപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ നിലപാടുകളോട് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എതിർപ്പായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന ഗെയിലിനെ ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ 6,000 കോടി രൂപ കിഫ്ബിയിൽ നിന്നെടുത്ത് കൊടുത്താണ് ഇവിടെ ദേശീയ വികസന പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് കേരളം പറയുന്നത്. പി കൃഷ്ണദാസ് ശ്രീ അരുൺ, ഈ കേരളത്തിൽ ഈ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് വന്നതിന് ശേഷം 60,000 കോടിയിലേറെ രൂപയാണ് നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായിട്ട് ചെലവാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും വികസനം നടന്നുകൊണ്ടിരിക്കും, പ്രത്യക്ഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണത്. അതിലേക്ക് ഞങ്ങൾ സ്ഥലമെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും NHAക്ക് പാലിക്കേണ്ട നിയമങ്ങളും നടപടികളും മാത്രമേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സ്ഥലമേറ്റു കൊടുക്കുന്നതിന് 6,000 കോടി കൊടുത്തിട്ടില്ല. അത് കേരളത്തിൽ നിന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങ് 6,000 കോടിയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭാവനം ചെയ്യപ്പെടുന്ന പദ്ധതികൾക്ക് അതാത് സംസ്ഥാനങ്ങൾ എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കുക. അതിനനുസരിച്ചുള്ള അവരുടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു പൂർത്തിയാക്കാം. തീർത്തോളൂ. ഒറ്റ കാര്യം കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, നമ്മുടെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട മുന്നിലേക്ക് കേരളം അത് ആരാ അനുകൂലിക്കാത്തത്? കേരളം മുന്നിലേക്ക് വരണം എന്നാണ് ഞങ്ങളും പറയുന്നത്. ആ കേരളം മുന്നിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് ഇടതുപക്ഷം തയ്യാറാകണം. അത് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോൺ യോജന പ്രകാരം ഏതാണ്ട് 16 ലക്ഷത്തിലധികം ആളുകളാണ് കേരളത്തിൽ 3 ഘട്ടങ്ങളിലായിട്ട് ലോണുകൾ, അത് ചെറുകിട ലോണാണെങ്കിലും മധ്യമ ലോണാണെങ്കിലും ഏറ്റവും തുക കൂടിയിട്ടുള്ള ലോണാണെങ്കിലും അവരെടുത്തിട്ടുള്ളത് 3 ഘട്ടങ്ങളിലായി എടുക്കുന്ന ലോണുകൾ. ആ ലോണുകൾ എടുത്തിട്ടുള്ള 16 ലക്ഷത്തിലധികം ആളുകളാണ് അരുൺ. അതിൽ ഏകദേശം 4 ലക്ഷത്തോളം ആളുകളുടെ യൂണിറ്റുകളാണ്, അതുകൊണ്ട് 3.5 ലക്ഷത്തോളം ആളുകളുടെ യൂണിറ്റുകളാണ് ഒരു പക്ഷേ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. കണക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് കേട്ടോ. ഞാൻ അനിൽകുമാറിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട MSME പരിഗണിക്കപ്പെടണേ. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. ഈ 3 ലക്ഷത്തിന്റെ കണക്കിൽ ഈ മുദ്രാ ലോൺ എടുത്ത് MSME തുടങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങൾ കൂടി ഉൾപ്പെടില്ലേ? അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് മാത്രം പോകുന്നതെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നു. വളരെയേണ്ടത് വിവാദങ്ങളും എന്നാണ് ചോദ്യം. ലീഗിൽ നിന്നും TP അഷ്റഫ് അലി, CPM നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവരാണ് ചർച്ചയിൽ നമുക്കൊപ്പമുള്ളത്. TP അഷ്റഫ് അലി, തരൂരിൻ്റെ ലേഖനം ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ വ്യവസായ നേട്ടത്തെ തുറന്നു കാട്ടാൻ സഹായിച്ചു എന്നാണ് പി രാജീവ് ഇന്നലെ പറഞ്ഞത്. ആ അർത്ഥത്തിൽ ആ അപകടം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ? ആ പ്രചരണം UDFിനൊരു ക്ഷീണമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മാറുമെന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടോ? കേരളം വളരുന്നു എന്ന് കേൾക്കുമ്പോൾ, അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമായി നവംബർ 1-ാം തീയതി കേരളം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, കേരളത്തിൽ വ്യവസായിക വളർച്ച വരുമ്പോൾ, വികേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൽ 1-ാം റാങ്ക് കിട്ടുമ്പോൾ, ആരോഗ്യമേഖലയിൽ 1-ാം സ്ഥാനം കിട്ടുമ്പോൾ, സൗജന്യ ചികിത്സാ നിരക്കിൽ കേരളം 1-ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ, സുസ്ഥിര വികസന സൂചികയിലും ഈസ് ഓഫ് ഡൂയിങ്ങിലും കേരളം അച്ചീവർ സ്റ്റാറ്റസിലേക്ക് വരുമ്പോൾ UDFിന് രാഷ്ട്രീയമായതൊരു വെല്ലുവിളിയായി തീരുമെന്ന് കരുതുന്നുണ്ടോ TP അഷ്റഫ് അലി? മാത്രമല്ല, അടുത്ത വർഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരിക്കും മലയോര പാതയും ദേശീയപാതയുമെല്ലാം 6 വരിയിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. 17 മണിക്കൂർ വേണ്ട യാത്ര 7 മണിക്കൂറായി ചുരുങ്ങുമ്പോൾ അത് വോട്ടറുടെ മനസ്സിനെ സ്വാധീനിക്കില്ലേ TP അഷ്റഫ് അലി? അതിലൊരു ആശങ്കയുണ്ടോ UDFിന്? ആ ആശങ്കയാണോ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്? ഒരാശങ്കയുമില്ല അരുൺ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനസ്സിലാക്കുന്ന, ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു വളരെ നല്ല സാധാരണക്കാരായ മനുഷ്യർ കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നേരത്തെ അനിൽകുമാർ ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ ആശാ വർക്കർമാരൊരു സമരം നടത്തുന്നുണ്ട്. 7,000 രൂപ അവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ വെട്ടിക്കുറച്ച് 5,000-5,500 രൂപയെ അവർക്ക് ലഭിക്കുന്നുള്ളൂ
അതേസമയം മറ്റു സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ വലിയ രീതിയിൽ അവർക്ക് വേതനം ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരത്തെ CITU അനുകൂലിക്കുന്നില്ല. നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞെന്താണ്, അവർ നടത്തിയ കൂലി സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കൂലി വർധനവിനെ കുറിച്ചുമൊക്കെ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിൽ CITU അനുകൂലമായിട്ടുള്ള ആശാ വർക്കർമാരായ ആളുകൾ അംഗീകരിക്കാതെ, ഈ സമരത്തിന് അനുകൂലിക്കാതെ അവിടെ നടക്കുന്നൊരു സമരമുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇവരുടെ ഈ പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കുകളുമായി, ഇവരുടെ ഈ ഇല്ലാത്ത വികസനത്തിൽ വന്നു എന്ന് പറയുന്ന കോടികളുമായി ചെന്നിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല, കുടിശ്ശികയായി കിടക്കുകയാണ്. ഇന്നത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടിയുണ്ട്. എന്താണെന്നോ, 300 കോടി രൂപ ജലവകുപ്പിൻ്റെ 3 മേഖലാ അക്കൗണ്ടുകളിൽ നിന്ന് ധനകാര്യ വകുപ്പിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ EMD ആയി അടക്കേണ്ട കോൺട്രാക്ടർമാർ അവർ ഇവിടുത്തെ ജലവകുപ്പിൻ്റെ കീഴിൽ ജോലി എടുക്കുമ്പോൾ അവർ അടക്കേണ്ട EMD, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ 3 മേഖലാ അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്ന പണം പോലും എടുത്തുകൊണ്ട് സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇവിടെ മന്ത്രിമാരുടെ ഇന്നോവയിലേക്ക് എണ്ണയടിക്കാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന കേരളമാണ് ഈ കേരളം. എവിടെയാണ് ഇവർ പറയുന്ന ഈ വിധത്തിലുള്ള വലിയ ബിസിനസ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കേരളത്തിൻ്റെ GDP-യിൽ, കേരളത്തിൻ്റെ വളർച്ചയിൽ ആ തുക എവിടെയാണ്? എന്തുകൊണ്ടാണ് ഈ വിശദീകരിച്ചു? കാരണം ഒരു നിക്ഷേപം കേരളത്തിലേക്ക് വന്നാൽ അത് അതേപടി ഒരു വർഷം 7,000 കോടി നിക്ഷേപം അധികം വന്നു എന്ന് പറഞ്ഞാൽ ആ നിക്ഷേപത്തിനുണ്ടാവുന്ന ലാഭവിഹിതമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുക. അതിൻ്റെ നിശ്ചിത ശതമാനം മാത്രമേ GST-യിൽ പ്രതിഫലിക്കത്തുള്ളൂ. ഈ വരുന്ന നിക്ഷേപം അതേപടി പ്രതിഫലിക്കില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും ഈ സർക്കാരിൻ്റെ കയ്യിൽ അതിനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഈ സർക്കാരിന് അത്രമാത്രം പണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പോലും ഇവർക്ക് ഈ ഭൂനികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെങ്കിലും ചുമത്തിക്കൊണ്ട് ഇങ്ങനെ പണം ജനങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങേണ്ട സാഹചര്യം സർക്കാരിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് CPM-ന്റെ അകത്ത് പോലും പഴംപൊരിക്ക് പിരിക്കുന്ന എല്ലാവരും കണ്ടു. പഞ്ചായത്തിൽ 10 സെന്റിൽ ഉള്ള ഭൂമിക്ക് കൊടുക്കേണ്ടി വരുന്നത് 5-10 രൂപ മാത്രമാണ് ഒരു വർഷം. വളരെ ചുരുങ്ങിയ തുകയാണ്. അതൊന്നും വലിയ കാര്യമായ പ്രതിപക്ഷം പോലും കണക്കിലെടുക്കുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്, അതായത് കേരളത്തിലെ നേരത്തെ BJP പറയുന്നത് പോലെ കേന്ദ്രത്തിന് സാമ്പത്തിക സഹായം ഉണ്ടെന്ന് കരുതുക, നേരത്തെയുള്ളതിന് തുടർച്ചയാണെന്ന് കരുതുക. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറുന്നു എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അതല്ല, അങ്ങനെ ഒരു തോന്നലില്ല എന്നാണോ നിങ്ങളുടെ പക്ഷം? ഒരു തോന്നലുമില്ലെന്നാണ് ഞങ്ങളുടെ പക്ഷം. ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രതിഫലിക്കണം. അങ്ങനെ പ്രതിഫലിക്കുന്നില്ലല്ലോ. അങ്ങനെ പ്രതിഫലിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇവിടെ സമരത്തിലായേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾക്ക് ഇവിടെ ക്ഷേമ പെൻഷൻ ലഭിക്കണ്ടേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവേണ്ടേ? ജനങ്ങളുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഇവിടെ ഈ നാട്ടിൽ ഈ പറയുന്ന രൂപത്തിലേക്കുള്ളൊരു വലിയ മാറ്റം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന് പറയാൻ സാധിക്കുക. ഞാനൊരു കാര്യം കൂടി നേരത്തെ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയായി പറയേണ്ടതുണ്ട്. ഇവിടെ IT പാർക്കിനെ കുറിച്ചും ഇൻഫോ പാർക്കിനെ കുറിച്ചും പറഞ്ഞു. ഇവിടുത്തെ IT പാർക്കെന്നും ഇൻഫോ പാർക്കെന്നും ടെക്നോ പാർക്കും എന്നുള്ള പോലും കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് UDF ആണ്. അന്ന് IT മിനിസ്റ്റർ PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് മറക്കേണ്ട. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ സ്മാർട്ട് സിറ്റിയെക്കുറിച്ച്? ആ സ്മാർട്ട് സിറ്റി കേരളത്തിൽ നിന്ന് കെട്ടിപ്പൂട്ടി പോയി മിസ്റ്റർ. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ നിങ്ങളുടെ നയങ്ങളുടെ ഭാഗമായി 8.5 കൊല്ലമായി നിങ്ങൾ ഭരിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആ സ്മാർട്ട് സിറ്റി പോലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും വാളയാർ കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങി. കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് അധികമായിട്ടാണ്. ഇപ്പോൾ ഇവിടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന്. 8.5 കൊല്ലമായി നിങ്ങൾ കേരളം ഭരിച്ചിട്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ഇന്നും ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ച് കാണാൻ സാധിക്കും. കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഹോസ്റ്റലുകളും കോളേജുകളും EGM തൊഴുത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം നഴ്സിംഗ് കോളേജ് നമ്മൾ കണ്ടതാണ്, കാര്യവട്ടം നമ്മൾ കാണുന്നതാണ്. എവിടെയെല്ലാം നിങ്ങൾ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇതുപോലത്തെ ഹോസ്റ്റലെടുത്ത് പരിശോധിച്ച് നോക്കൂ. അവിടെയൊക്കെ കയറി ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ SFIയുടെ സാഡിസ്റ്റ് സംഘടനയുടെ EGM തൊഴുത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കേരളത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് പറയുന്നത്? എങ്ങനെ യുവാക്കൾ നിൽക്കണമെന്നാണ് പറയുന്നത്? എങ്ങനെ കുട്ടികൾ പഠിക്കണമെന്നാണ് പറയുന്നത്? ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കാതെ നിങ്ങളിവിടെ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ഭാഗമായി, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുടെ ഭാഗമായി നിങ്ങൾ എഴുതി കൊടുക്കുന്ന കണക്കുകൾ വെച്ച് ഏതെങ്കിലും ഒരു ഏജൻസി പ്രസിദ്ധീകരിച്ചാൽ അത് വെച്ച് കേരളം മികച്ചതാണെന്ന് പറഞ്ഞാൽ ഇത് ജനം അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യവസായവുമായി ബന്ധമില്ലാത്ത 9 ക്വസ്റ്റ്യനെയറുകളിൽ വ്യവസായവുമായി നേരിട്ട് ബന്ധമില്ലാത്ത 7 എണ്ണത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് കേരളം ഇപ്പോൾ ഇവിടെ 1-ാം സ്ഥാനത്ത് വന്നു എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് ഓൺലൈൻ ഏകജാലക സംവിധാനം.
അതുപോലെ തന്നെ നഗരസഭ നൽകുന്ന വിവിധ സാക്ഷ്യപത്രങ്ങൾ, റവന്യൂ വകുപ്പ് നൽകുന്ന വിവിധ സാക്ഷ്യപത്രങ്ങൾ, പൗരന്മാർക്ക് നൽകുന്ന വിവിധങ്ങളായ അനുമതികൾ, സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം, സംസ്ഥാനത്തെ ഗതാഗത സംവിധാനം, സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം, ഇങ്ങനെയുള്ള 7 കാര്യങ്ങളിൽ കേരളത്തിൻ്റെ ഗവൺമെന്റ് തലത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ കേരള സർക്കാർ കാര്യങ്ങളും ഒരു വ്യവസായം തുടങ്ങുന്നതിനുള്ള അടിസ്ഥാനമായിട്ടുള്ള പശ്ചാത്തല വികസനത്തിന്റെ കാര്യങ്ങളല്ലേ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനം വന്നിട്ടുള്ളത്. ഇത് ടി.പി. അഷ്റഫ് അലി, ഈ 7 കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഒരു വ്യവസായം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന പശ്ചാത്തല സൗകര്യമല്ലേ? ഈ 7 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പി രാജീവ് വ്യവസായ മന്ത്രി ആയതിനു ശേഷമോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനു ശേഷം ഉണ്ടായതല്ല. ഇത് കാലങ്ങളായി ഈ നാട്ടിലുള്ളതാണ്. ഇവിടുത്തെ പൊതുവിതരണ സംവിധാനം, ഇവിടുത്തെ ഗതാഗത സംവിധാനം എത്ര കാലമായി, അതിനെ എല്ലാത്തിനെയും അല്ല, ഈ ഒരു രീതിയിലേക്കുള്ള ഇതിൻ്റെ എല്ലാത്തിനെയും ഇതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു വികസനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഇതാ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇങ്ങനെ കണക്കുകളുടെ ഈ ഒരു മായാജാല കളി കൊണ്ട് താങ്കൾ പറഞ്ഞതിന്റെ മറുപടി അനിൽകുമാർ പറയുന്നു. അനിൽകുമാർ, പി രാജീവ് പറഞ്ഞ നമ്മളുടെ സംസ്ഥാനത്ത് വലിയ ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒലിയോറെസിൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് എറണാകുളം കോലഞ്ചേരിയിലുള്ള സിന്തറ്റ് ഇൻഡസ്ട്രിയാണ്. ഈ സിന്തറ്റ് ഇൻഡസ്ട്രിയുടെ ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിജു ജേക്കബ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സുഗന്ധ ജീവിതം. മാതൃഭൂമി ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെക്കുറിച്ച്, ജീവിതത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിന്തൈറ്റിലെ തൊഴിൽ സമരത്തെക്കുറിച്ചാണ് താൻ പറയുക എന്നാണ് ഈ വിജു ജേക്കബ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഏത് വ്യവസായ വകുപ്പ് മന്ത്രി ഉദാഹരണ സഹിതം പറഞ്ഞ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ 2018 CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന തൊഴിൽ സമരം, അതോടൊപ്പം തന്നെയാണ് ആ തൊഴിൽ സമരത്തിൽ 3040ഓളം വരുന്ന CITU പ്രവർത്തകർ കുടികുത്തിയിരുന്നത്, മാനേജ്മെന്റിലുള്ളവർക്ക് മാത്രം കമ്പനിയിൽ പ്രവേശിക്കാൻ അവസരമൊരുക്കിയത്, വിട്ടുവീഴ്ചയില്ലാത്ത വിധത്തിൽ സമരം നടന്നത്, കമ്പനിയുടെ ആംബുലൻസ് തല്ലിത്തകർത്തത്, ഉൽപ്പാദന സാധനങ്ങളുമായി വരുന്ന വണ്ടികൾ തടഞ്ഞത്, അവശ്യ സർവീസിലുള്ള ജീവനക്കാരെ പോലും കമ്പനിക്കുള്ളിൽ കയറ്റാതെ തല്ലി ഓടിച്ചത്, അങ്ങനെ CITUവിൻ്റെ ആ സമ്മർദ്ദം ഒടുവിൽ താങ്ങാനാവാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുവെന്നും പിന്നീടൊരു വഴി തെളിഞ്ഞുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം ഈ പറയുന്ന വിജുവിന് പോലും സമ്മാനിച്ചത് 2018 അന്നത്തെ ട്രേഡ് യൂണിയനാണ്, CITU-ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മറന്നുകൊണ്ട് മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും. ഏത് ചോദ്യത്തിനും തലകുനിച്ച് ഉത്തരം പറയാനും അതിലെ വിമർശനങ്ങൾ കേൾക്കാനും പാർട്ടിയും ഗവൺമെൻറ്റും തയ്യാറാണ്. ഇവിടെ ഒരു കാര്യം, കേരളം വളർന്നോ ഇല്ലയോ? ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കേരളം ഇപ്പോഴും നിൽക്കുന്നത്. പരമാവധി വളർച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായി കഴിഞ്ഞു, അത് കഴിഞ്ഞൊന്നും വളർച്ചയല്ല, ഇതാണ് അവരുടെ വാദം. 79,000 കോടി രൂപയായിരുന്നു 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഒഴിയുമ്പോൾ മാർച്ച് 31 എക്സ്പെൻഡിച്ചർ. 2016 മാർച്ച് 31 എക്സ്പെൻഡിച്ചർ 79,082 കോടി രൂപ. ബാലഗോപാൽ ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് 1,98,000 കോടി രൂപയുടേതാണ്. ഈ മാർച്ച് 31 തീരുമ്പോൾ 1,79,000 കോടി രൂപയാവും അതിൻ്റെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ എത്രത്തോളം കേരളത്തിൻ്റെ ബഡ്ജറ്റ് സൈസ് വളർന്നു? കേന്ദ്ര നികുതി വീതം കൂടിയോ കുറഞ്ഞോ? കേന്ദ്ര നികുതി വീതം കുറഞ്ഞു, എന്നിട്ടും കേരളത്തിൻ്റെ ബഡ്ജറ്റ് സൈസ് കൂടി. അതിന് കാരണം എന്താണ്? കേരളത്തിൻ്റെ സ്വന്തം നികുതി വർദ്ധിച്ചു, നികുതിയേതര വരുമാനം വർദ്ധിച്ചു. അതിന് കാരണം എന്താണ്? കേരളത്തിൻ്റെ സമ്പദ്ഘടന വർദ്ധിച്ചു. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ GDP ഗ്രോത്ത് എത്രയാണ്? ഒരു വർഷം 1,11,000 കോടി രൂപ. ഞാൻ ഉദ്ധരിക്കുന്ന നീതി ആയോഗിനെയാണ്, CPM-ൻ്റെ കണക്കല്ല. ഒരു വർഷം ഇപ്പോൾ 13,11,000 കോടി രൂപയാണ് ഇക്കൊല്ലത്തെ GDP ഗ്രോത്ത് ലാസ്റ്റ് ഇയർ കണക്കാക്കിയത്. അതിൻ്റെ 3% നമ്മൾ വായ്പ എടുക്കാൻ അവകാശമുള്ളത്. നീതി ആയോഗിൻ്റെ കണക്ക് നോക്ക്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ കേരളത്തിൽ 2.5 ഇരട്ടി കേരളത്തിൻ്റെ GDP ഗ്രോത്ത് ഉണ്ടായി. അതിൻ്റെ ഭാഗമായി നികുതി വളർച്ചയുണ്ടായി. കേന്ദ്ര സർക്കാർ പെടലിക്ക് പിടിച്ചിട്ടും കേരളം നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ കേരളം വളർന്നു എന്നുള്ളത് യാഥാർത്ഥ്യം കണക്കുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ബഡ്ജറ്റ് രേഖ കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് കൊണ്ടും CAG റിപ്പോർട്ട് കൊണ്ടും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് പറയാം. ഏതോ റായിങ്ങിൻ്റെ വിവരമൊക്കെ പറഞ്ഞിട്ട് മൊത്തം നിങ്ങൾ കേരളത്തെ അവമാനിക്കാം. അവമാനിച്ചോളൂ, അത് ഞങ്ങൾക്ക് വിരോധമില്ല. 2,
കേരളത്തിലെ IT മേഖലയെല്ലാം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ആരംഭിച്ചതാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? സിദ്ധാർത്ഥ് ഭരിച്ച ഏതോ റാങ്കിംഗ്, പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് ഭരിച്ചത് ഏതോ റാങ്കിംഗ് ആണോ? അല്ല, അതൊന്നും കേട്ടിരിക്കാൻ കഴിയില്ല മിസ്റ്റർ അരുൺകുമാർ. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്നൊരു ചെറുപ്പക്കാരനെ ക്രൂരമായി റാഗിംഗ് ചെയ്ത് അവിടെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഇടപെടരുത്. എനിക്ക് ഇതിനൊക്കെ മറുപടിയുണ്ട്. അടുത്തത്, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഉണ്ടാക്കുക നയനാറിന്റെ കാലത്തല്ലേ? ആ മന്ത്രിസഭ കുഞ്ഞാലിക്കുട്ടി ഉണ്ടോ? ടെക്നോ പാർക്ക്, നിങ്ങൾ ടെക്നോ പാർക്കിലേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കാണിക്ക്. അത് തറക്കല്ലിട്ടത്, അത് ആരംഭിച്ചത്. ആ ടെക്നോ പാർക്കിൽ ഇന്നത്തെ വികസനം ഒന്ന് പോയി നോക്ക്. UDF സർക്കാർ ഒഴിഞ്ഞതിന് ശേഷമുള്ള കേരളത്തിൽ ആ ടെക്നോ പാർക്ക് പോയി കാണാം. ഇനി കേരളത്തിൽ ആദ്യം IT വകുപ്പ് രൂപീകരിച്ച സർക്കാരിൻ്റെ കാലത്താണ്? LDF അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാ? കേരളത്തിലാണ്. ആരാ ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെയാ? കേരളത്തിലാണ്. ഗ്രഫീൻ എന്ന പദാർത്ഥം ഇന്ത്യയിൽ ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലാണ്. അങ്ങോട്ട് പറയാം ഈ സാങ്കേതിക വിദ്യ വികസനത്തിൽ കേരളത്തിൻ്റെ മികവുകൾ. അതുകൊണ്ട് ഇതെല്ലാം കുഞ്ഞാലിക്കുട്ടി അന്നേ ആരംഭിച്ചതാണ് എന്നെല്ലാം പറഞ്ഞാൽ ഞാനതിന് പ്രതികരിക്കല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ നേട്ടാ ഞങ്ങൾ പറയുന്നത്. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഒരു കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ആഗോള നിക്ഷേപ സംഗമം വന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണ്. ഇന്നതേ മാതൃകയാണ് നിങ്ങൾ കേരള ഇൻവെസ്റ്റ് എന്ന പേരിൽ തുടങ്ങുന്നത്. അന്ന് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി വെച്ചത് നിങ്ങൾ തുടരുന്നു. കേരളം IT സാക്ഷരത ലിറ്റററി സ്റ്റേറ്റ് ആയി മാറിയത്, കേരളം IT ലിറ്റററി സ്റ്റേറ്റ് ആക്കി മാറിയത് കുഞ്ഞാലിക്കുട്ടിയാണ്. അതിന്റെ മറുപടി ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ കേരളത്തിൽ വ്യവസായം വരുന്നതിന് എന്താ കാരണം? ദേശീയപാത വന്നില്ലേ വ്യവസായം വരുമോ? നമ്മുടെ കേരളത്തിൽ ദേശീയപാത വന്നില്ലെങ്കിൽ ഇവിടെ വ്യവസായം വരുമോ? കൂടംകുളത്ത് കറണ്ട് വന്നില്ലെങ്കിൽ കേരളത്തിൽ പവർ കട്ടാണ്, വ്യവസായം വരുമോ? UDFന്റെ കാലത്ത് പവർ കട്ടാണോ അതോ പവർ മിച്ചമാണോ? ആര്യാട മുഹമ്മദിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആര്യാട മുഹമ്മദ് ആയിരുന്നില്ലേ മന്ത്രി? LDF അധികാരത്തിന് ശേഷം പവർ കട്ടുണ്ടോ? കറണ്ട് ഇല്ലാതെ എന്ത് വ്യവസായം? നമ്മൾ ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ നിക്ഷേപ സൗഹൃദ സമ്മേളനം വിളിച്ചിട്ട് കാര്യമില്ല. വിഴിഞ്ഞം തുറമുഖം ഉണ്ടായാൽ വിഴിഞ്ഞം തുറമുഖം ടാപ്പ് ചെയ്യാൻ ദേശീയപാത ഇല്ലാതെ, മലയോര പാത ഇല്ലാതെ, തീരദേശ പാത ഇല്ലാതെ, ജലപാത ഉണ്ടാക്കാതെ എന്ത് വിഴിഞ്ഞം? നമുക്ക് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാം. പക്ഷെ അവിടുന്ന് സാധനം കേരളത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഈ ലോജിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ വലിയ വികസനത്തിന്റെ എക്സ്പ്ലോഷൻ. മെട്രോ റെയിൽവേ എന്ന് പറയുന്ന സങ്കല്പം പോലും ഉമ്മൻചാണ്ടിയുടേതാണ്. കണ്ണൂർ വിമാനത്താവളം എന്ന സങ്കല്പം പോലും ഉമ്മൻചാണ്ടിയുടേതാണ്. വളരെ തെറ്റാണ്. കാലിക്കറ്റ് സർവകലാശാല വളരെ തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം. വളരെ തെറ്റാണ്. എന്താ തെറ്റാന്ന് പറയാൻ കാരണം ഞാൻ പറയാം. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ല് എവിടെ കിടക്കണത്? ബഹുമാനപ്പെട്ട VS സർക്കാരല്ലേ അതിന്റെ ആദ്യത്തെ ആപ്പീസ് ഉദ്ഘാടനം നടത്തിയത്? ഞാൻ ആധികാരികമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാ. വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ കരാർ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഉണ്ടാക്കിയത്. ടെൻഡർ വിളിച്ചല്ലോ M. വിജയകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ. ആദ്യത്തെ കരാറിൽ ടെൻഡർ പിടിച്ചല്ലോ. പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് AK ആന്റണി അനുവദിച്ചില്ലല്ലോ. പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട്. ഇപ്പൊ വിഴിഞ്ഞത്തെ മൊത്തം സാധനം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാ. പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് അന്ന് MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അഴീക്കൽ, ആലപ്പുഴ, വിഴിഞ്ഞം ഈ മേഖലകളെക്കുറിച്ചുള്ള ആദ്യത്തെ ചിന്തയുണ്ടാവുന്നത്. അത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അദാനിയെ കൊണ്ടുവന്ന് KV തോമസ് എന്ന് ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആ പദ്ധതി കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് നിഷേധിക്കേണ്ട. ഇടതും വലതും അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയും ചേർന്നാണ് കേരളത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചിരിക്കുന്നത് പറയാനുള്ള ഒരു വിനയം കാണിച്ചാൽ മതി. ഞാൻ വിനയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. വിഴിഞ്ഞത്തി വിമോചന സമരം പ്രഖ്യാപിച്ചത് K. സുധാകരനല്ലേ? ഞാൻ K. സുധാകരന് മുന്നിൽ തല കുമ്പിടുകയാണ്. ആ വിമോചന സമരത്തിന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു SIയെ വെട്ടിയത് ഓർമ്മയുണ്ടോ? പിണറായി വിജയനെ കത്തിക്കുമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പങ്കായം കൊണ്ടുള്ള സമരം വിഴിഞ്ഞത്ത്? അതിനെ മറികടന്നല്ലേ ഈ സാധനം ഉണ്ടാക്കിയത് വിഴിഞ്ഞം. തുറമുഖമൊന്നും വെറുതെ വന്നല്ലെന്ന് എന്തെല്ലാം ആരോപണങ്ങൾ, നുണകൾ ഈ UDFകാർ. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര വരുമ്പോൾ വിഴിഞ്ഞത്തേക്ക് വലിയാണ്. വിഴിഞ്ഞത്തേക്ക് കടൽ വലിയുന്ന വലങ്ങും വലിയാണ്. എങ്ങോട്ട്? ഈ വിഴിഞ്ഞ സമരക്കാർക്കടുത്തേക്ക്. എന്തിനാ രാഹുൽ ഗാന്ധിയുടെ ജോഡോ?
അല്ല, ആ പത്രവാർത്ത സമരക്കാരുടെ കാണണം. ആവശ്യങ്ങളിൽ അതുകൊണ്ട് പലതും പറയാൻ ന്യായമായിരുന്നു ആഗ്രഹിക്കുന്ന ഒരു എന്നതാണ് കാര്യം, പിന്നീട് തെളിയിച്ചത്. UDF-കാർ ഞാൻ തിരിച്ചു വരാം ശ്രീ അനിൽകുമാർ. എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം രണ്ടും രണ്ടാണ്. അഷ്റഫ് അലി UDF പ്രതിനിധി, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, 1 മിനിറ്റ് കൊണ്ട് താങ്കളുടെ വാദം അവസാനിപ്പിക്കണം. ഇനി നമുക്ക് 6 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. മറ്റ് 3 പാനലിസ്റ്റുകൾക്കും ഓരോ മിനിറ്റ് വീതം സമയവും ഒരു ഇടവേളയും വേണം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, താങ്കൾ പറഞ്ഞത് പൂർത്തിയാക്കാം. 9 വർഷമാകുന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം. ഇന്ത്യ രാജ്യത്തെ നീതി ആയോഗിൻ്റെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ കേരളം ഏതെങ്കിലും ഒരു കാര്യത്തിൽ 2ാം സ്ഥാനത്താണോ? ഇപ്പോൾ പറയാം. ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും മന്ത്രിയുടെ ഏതെങ്കിലും വകുപ്പ് കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിയുടെ ഏതെങ്കിലും വകുപ്പിനേക്കാൾ പിന്നിലാണോ? നിങ്ങൾക്ക് പറയാം. തല കുമ്പിട്ട് ഞങ്ങൾ കേൾക്കും. അത് 1ാം സ്ഥാനത്താക്കുന്നതിന് ഇനിയുള്ള സമയം ഞങ്ങൾ വിനിയോഗിക്കും. ഇപ്പോൾ 1ാം സ്ഥാനത്താണ് കേരളം. ആ 1ാം സ്ഥാനത്ത് തുടരുമെന്ന് മാത്രമല്ല, ഇനിയും അതിനുവേണ്ടി പരിശ്രമിച്ച് അടുത്ത ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഇതെല്ലാം തകർക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ് അപ്പുറത്തുള്ളവർ. ഞങ്ങളുടെ നിലപാട് ഞാൻ പറയാം. 1, വിഴിഞ്ഞം കരാറുണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കരാർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊളിച്ചെഴുതുമെന്നല്ല, നടപ്പാക്കുമെന്നാണ് പ്രതിപക്ഷത്തിരുന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. നമ്പർ 2, 45 മീറ്റർ ദേശീയപാത വേണമെന്നാണ് പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ അന്നത്തെ സർവകക്ഷി സമ്മേളനത്തിൽ പങ്കെടുത്ത് ആവശ്യപ്പെട്ടതും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചതും. ഞങ്ങൾ അതിന് ഉയർന്ന വില കൊടുക്കണമെന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മറ്റൊരു തർക്കം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഈ കേരളത്തിനകത്ത് ഞങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തി സമരം നാളെയും ചെയ്യും. ഇന്നലകളിൽ ചെയ്തിട്ടുണ്ട്. ആശാപ്രവർത്തകരുടെ കാര്യം പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. കേരളത്തിൽ ഏതാണ്ട് 13,200 രൂപ വരെ ഇവർക്ക് കിട്ടാം. എല്ലാവർക്കും അത്രയും കിട്ടുന്നില്ല. 7,000 രൂപ എല്ലാവർക്കും ഉറപ്പാണ്. ഇതാണ് ഞങ്ങളുടെ പോയിന്റ്. ഇതിനേക്കാൾ മുകളിൽ കിട്ടുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറയണം. ഞാൻ ബഹുമാനപ്പെട്ട ലീഗ് പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എവിടെയൊക്കെയോ കേരളത്തിനല്ല മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇതിനേക്കാൾ കൂടുതലാണ്. ഒരു സ്റ്റേറ്റിൻ്റെ പേര് പറയൂ. പരമാവധി 1000 രൂപയാണ് ഈ ആശാപ്രവർത്തകർ കേന്ദ്രം തരുന്നത്. സംസ്ഥാനമാണ് 6,000 കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. അതിനേക്കാൾ ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ആശാപ്രവർത്തകർക്ക് ഇതിനേക്കാൾ കൊടുക്കണം. ഞങ്ങൾക്ക് എന്താ വ്യത്യസ്ത അഭിപ്രായമാണോ? കുടിശ്ശികയില്ലാതെ കൊടുക്കണം ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണോ? പക്ഷെ കേന്ദ്ര സർക്കാർ 1,600 കോടി ഇങ്ങോട്ട് തരാനുണ്ടേ. ആ പ്രധാനമന്ത്രിയുടെ പടം വെക്കാത്തതിന്, പ്രധാനമന്ത്രി യോജന എന്ന് പടം വെക്കാത്തതിന് 1,600 കോടി രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അതിനാണ് ഞങ്ങളുടെ സമരം. കേരളത്തോട് ഇങ്ങനെ ദ്രോഹിക്കരുത്. അതുകൊണ്ട് രാജ്ഭവന് മുന്നിൽ ആശാപ്രവർത്തകർ കഞ്ഞി വെക്കണം. ആ സമരത്തിൽ CIT ഉണ്ടാവും. ശരി, ഒരൊറ്റ ചോദ്യത്തിനുള്ള മറുപടി കൂടി. നേരത്തെ BJP പ്രതിനിധി പറഞ്ഞത് മുദ്രാ ലോൺ എടുത്ത് കേരളത്തിൽ നിക്ഷേപം തുടങ്ങിയവരുടെ നിക്ഷേപത്തിൻ്റെ കണക്കുകൂടി അവരുടെ യൂണിറ്റിൻ്റെ കണക്കുകൂടി ഉണ്ട്. വ്യവസായ മന്ത്രി പറഞ്ഞ 3 ലക്ഷത്തിൻ്റെ കണക്കില്ലെന്നാണ്. ചുരുങ്ങിയ വാക്കിൽ മറുപടി. അതെ, അത് IIM ജോധ്പൂർ നടത്തിയ സർവേയിൽ അവർ പറയുന്നുണ്ട്. കേരളത്തിലെ നിക്ഷേപകരോട് ചോദിച്ചു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി കേരളത്തിലെ ഈ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം, ഏകജാലക സംവിധാനം ഇംപ്ലിമെൻ്റ് ചെയ്തതിനു ശേഷം ബാങ്ക് ലോണുകൾ ഞങ്ങൾക്ക് എളുപ്പമാകുന്നു. അതിന് കാരണം എന്താണ്? അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ബാങ്കിലേക്ക് ചെല്ലുന്നത്. അത് മുദ്രാ ലോണിൻ്റെ നേട്ടമായിട്ടല്ല. അനുമതികളെല്ലാം ഡീംഡ് ലൈസൻസായി ലഭ്യമായിട്ട് ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ബാങ്കിൽ നിന്നും കൂടുതൽ സ്വാഗതം വരുന്നു. മറ്റെന്താ സംഭവിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട്. ശരി, BJP പ്രതിനിധി കൂടി നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ദേശീയപാതയുടെ വലിയ ചിത്രങ്ങൾ ഉണ്ടാവും. അതിൽ തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരിയുടെ ചിത്രവും പിണറായി വിജയന്റെ ചിത്രവും ഉണ്ടാവും. മലയോര പാതയുടെ ചിത്രങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ നേട്ടം സംസ്ഥാനത്ത് ആവശ്യപ്പെടുന്നതും അവകാശപ്പെടുന്നതും CPM ആയിരിക്കും. തീരദേശ പാതയാണെങ്കിലും വിഴിഞ്ഞമാണെങ്കിലും കേരളത്തിലെങ്ങനെ ഒരുപിടി പദ്ധതികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. പി കൃഷ്ണദാസ്, അത് BJPയുടെ ഉള്ള സാധ്യത കെടുത്തുമോ? ശ്രീ അരുൺ, കേന്ദ്ര പദ്ധതി ഏതാണ്, കേരളത്തിൻ്റെ പദ്ധതി ഏതാണ്, അതിലെത്ര പണമാണ് കേരളം മുടക്കുന്നത്, ഇതിനൊക്കെ കണക്കുകളുണ്ടല്ലോ. ഉദാഹരണത്തിന് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ 2020 ഒരു NRI വ്യവസായിക്ക് സ്ഥാപനം പൂട്ടിപ്പോകേണ്ട സാഹചര്യവും അദ്ദേഹം ആത്മഹത്യ സാഹചര്യം ഉണ്ടായി. നയമാറ്റം ഉണ്ടായത് കൊണ്ടാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നൊരു വ്യവസായിക്ക് കേരളം വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായി 2021. കേരളത്തിൻ്റെ നയത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ശ്രീ അനിൽകുമാർ സൂചിപ്പിക്കുന്നത് ഞങ്ങളിവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തു, അതിൽ രജിസ്ട്രേഷൻ നടത്തി, അതുകൊണ്ട് ബാങ്ക് ലോൺ ഈസിയായി എന്നുള്ളതാണ്. ശ്രീ അനിൽകുമാർ, മുദ്രാ ലോൺ കിട്ടണമെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം.
നിങ്ങൾ ഏത് സ്ഥാപനമാണ് തുടങ്ങാൻ പോകുന്ന രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. സർക്കാർ നിർബന്ധിതമായി ഇപ്പോൾ കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടോ? കേരളത്തിലെ NEP നടപ്പാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആശാവർക്കർമാരുടെ പണം കിട്ടാത്തത് പ്രധാനമന്ത്രിയുടെ പണം വെക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടല്ല ശ്രീ അനിൽകുമാർ, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്. ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കിയോ? എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? കേരളത്തിൽ ആ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന പദ്ധതികൾ കേരളം വേണ്ട എന്ന് വെക്കുകയാണ്. NEP പദ്ധതി നടപ്പാക്കാതെ അതിൻ്റെ ഫണ്ട് കിട്ടാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണത്തെ സംബന്ധിച്ച്, കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണത്തെ സംബന്ധിച്ച് ഇപ്പോൾ നാഷണൽ ഹൈവേ ശ്രീ അരുൺ സൂചിപ്പിച്ചത് വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കി. എവിടെ നിന്നാണ് ശ്രീ അരുൺ ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായത്? എവിടെ നിന്നാണ് പണം വന്നതെല്ലാം പൂർത്തിയാക്കിയത്? അതല്ലേ ഞാൻ സൂചിപ്പിച്ചത്. ഇവർ 50,000 കോടി രൂപ 45 മീറ്റർ വേണമെന്നും 45 മീറ്റർ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട 6,000 കോടി കിഫ്ബിയിൽ നിന്ന് എടുത്ത് കൊടുക്കാമെന്നും തീരുമാനിച്ചത് LDF സർക്കാരല്ലേ? ശ്രീ അരുൺകുമാർ, നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് പ്രകാരം 60 മീറ്ററാണ് വേണ്ടത്. കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും ചേർന്നത് 30 മീറ്ററും 45 മീറ്ററുമാക്കി ചുരുക്കിയതാണ്. രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ അല്ലാതെ ഉണ്ടോ? കണക്ക് നോക്കട്ടെ. ഞാനതാ സൂചിപ്പിച്ചത്. നിങ്ങൾ 5,000 കോടി കൊടുത്തുകൊണ്ട് 60,000 കോടി കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള പദ്ധതി ഞങ്ങളുടേതാണെന്ന് ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ അതിൽ തീരുന്നതാണോ? ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം മുന്നിൽ കണക്കില്ലേ? അറിയാമല്ലോ. നിലവിൽ നോക്കൂ, CPM-ന്റെ വാദമനുസരിച്ച് ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ തങ്ങളുടെ എന്താണ് അജണ്ട എന്നുള്ളത് ജനങ്ങളോട് പറയും. അതിൽ ഒരു നയംമാറ്റവും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണെന്നും ഭരണ തുടർച്ചയിൽ വികസനം കൂടുതൽ സാധ്യമാക്കാൻ നിക്ഷേപ സൗഹൃദമാക്കി സംസ്ഥാനത്തെ മാറ്റിയതിൻ്റെ കണക്ക് പറയും. പാതയോരങ്ങൾ വികസിച്ചതിൻ്റെ കണക്ക് പറയും. സ്വകാര്യ സർവകലാശാലകളടക്കം വരുമ്പോഴും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേന്മ നിലനിർത്തിയതിനെക്കുറിച്ച് പറയും. തുടങ്ങിയ കാര്യങ്ങളാണ് CPM എണ്ണമിട്ട് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു പ്രത്യേകത കൂടി, നവംബർ 1-ാം തീയതി നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാകാൻ പോവുകയാണ്. ഒരു ഭാഗത്ത് വികസിക്കുന്ന പാതകൾ, മറുഭാഗത്ത് അതിദാരിദ്ര്യ വിമുക്തമാവുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. മറ്റൊന്ന് തനത് വിഹിതം കണ്ടെത്തിക്കൊണ്ട് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്ന സർക്കാർ എന്നിങ്ങനെ കണക്കുകൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചാൽ മറ്റൊരു സാധ്യതയിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ടോ? TP അഷ്റഫ് അലി. ഇവിടെ നേരത്തെ അനിൽകുമാർ പറഞ്ഞതിൽ ഞാൻ ആശാ വർക്കർമാരുടെ സാലറിയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. സിക്കിമിൽ 10,000 രൂപ വരെ മന്ത്ലി സാലറി കൊടുക്കാമെന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് ഒരു സ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞപ്പോൾ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ അരുൺകുമാർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. 1,62,000 കോടി രൂപ കേരളത്തിൻ്റെ പൊതുകടമായിടത്ത് നിന്ന് 4,62,000 കോടി രൂപ കേരളത്തിൻ്റെ പൊതുകടമാക്കി മാറ്റിയ ഒരു വികസനം മാത്രമാണ് ഇവർക്കിവിടെ പറയാനുള്ളത്. 8 വർഷം കൊണ്ട് അവർക്ക് സാധ്യമാക്കിയത് കേരളത്തിൻ്റെ പൊതുകടമത 5,000 കോടിയിലേക്ക് കേരളത്തിൻ്റെ 5 ലക്ഷം കോടിയിലേക്ക് കേരളത്തിൻ്റെ പൊതുകടം പോകുമെന്നുള്ളതാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഇറങ്ങുമ്പോഴേക്ക് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഈ രീതിയിലാണ് ഇവിടെ വികസനം. ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരുപാട് വികസനങ്ങൾ വരും. അല്ല, ഒരു ഒറ്റ കാര്യം കൂടി മലപ്പുറത്ത് തോരപ്പ ഹോമിയോ എന്ന് പറയുന്ന ഒരു ഹോമിയോ ആശുപത്രിയുണ്ട്. ആ ഹോമിയോ ആശുപത്രി 60 വർഷമായി പ്രപിതാക്കന്മാരായി നടത്തി വരുന്ന ഒന്നാണ്. അത് ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടുകൂടി P. രാജീവിന്റെ ലിസ്റ്റിൽ കയറി അതൊരു പുതിയ സ്റ്റാർട്ടപ്പായി പുതിയൊരു സംരംഭമായി മാറുകയാണ്. ഇങ്ങനെയാണ് കേരളത്തിൽ 3,60,000 പുതിയ സംരംഭങ്ങൾ. ഇതിലൊന്നും തന്നെ ഈ 3 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം ചർച്ചയിൽ ചേർന്നതിന് Debate with Dr. Arun Kumar.